ഹായ് ഗൈസ്, വെൽക്കം ടു ആസ്ക് റിവ്ലിൻ. സോ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ഇത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് മുതലേ ചെയ്തൊരു ബിസിനസ് ആയിരുന്നു. സ്കൂൾ ഡേയ്സിലും കോളേജ് ഡേയ്സിലുമൊക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്നത്, AMC കോൺട്രാക്ട്സ് ആൻഡ് കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്നത്, സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇതുപോലെ ഒരുപാട് ഏരിയാസ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. സോ അത് ബേസ് ചെയ്ത് ആൻഡ് ഓൾസോ ഇപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെയും ബേസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാം. ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ മാർക്കറ്റ് ഇപ്പോഴില്ല. ഇൻ ദ സെൻസ് ഇപ്പോൾ നിങ്ങൾ മുൻപത്തെ പോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറെ വെച്ച് തന്നെ വേണം ഇത് അസംബിൾ ചെയ്യാൻ, അങ്ങനെയില്ല. കാരണം ഇത് അസംബിൾ ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നതിനെ പറ്റി. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ആർക്ക് വേണമെങ്കിലും അസംബിൾ ചെയ്യാം എന്നൊരു സിനാരിയോയിൽ ഹാർഡ്വെയർ എഞ്ചിനീയറുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. പക്ഷേ ഉണ്ടെങ്കിലും ഒരുപാട് ഏരിയാസിൽ ഇപ്പോഴും ഒരുപാട് കോൺക്യൂർ ചെയ്യാതെയുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം പെട്ടെന്ന് തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എവിടെ ആരംഭിക്കണമെന്ന് വെച്ചാൽ A+ എന്നൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ, നിങ്ങളുടെ റെസ്യൂമിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഡെല്ലോ, HP ഇല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ കമ്പ്യൂട്ടർ വെൻഡറിൽ നിങ്ങൾക്കൊരു ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് ആൻഡ് പ്രൈമറി സർട്ടിഫിക്കേഷൻ A+. മോറോവർ നിങ്ങൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് വെറും ഹാർഡ്വെയർ മാത്രം അറിഞ്ഞാൽ പോരാ, നെറ്റ്വർക്കിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് CCNA മിനിമം സർട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ആൻഡ് മോറോവർ നിങ്ങൾ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ഓഫ് നെറ്റ്വർക്ക്സ് കോൺഫിഗർ ചെയ്യാനുള്ള നോളേജ് ഉണ്ടാവുക എന്നത് ഇറ്റ്സ് വെരി എസെൻഷ്യൽ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അത്ര കോംപ്ലക്സ് ആയിട്ടൊരു കാര്യമല്ല. വേറസ് നെറ്റ്വർക്കിംഗ്, അതിനുശേഷം ഈ സ്റ്റോറേജ് സെറ്റപ്പ് ചെയ്യുന്നത്, ഈ NAS സെറ്റപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ NAS ഈ നെറ്റ്വർക്കിംഗ് സൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LAN ഉണ്ട്, WAN ഉണ്ട്, ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓവറോൾ നോളേജ് കിട്ടും. ആൻഡ് ലാബുള്ള ഫെസിലിറ്റീസ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ലഭിക്കും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. എക്സ്പീരിയൻസ് ആയിട്ടുള്ള കമ്പനീസ് ഇപ്പോൾ ആരൊക്കെ ഇപ്പോൾ ചെന്നൈയിൽ ഒരു ഡീസൻറ്റ് സൈസ് ഹാർഡ്വെയർ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അതേപോലെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് വൈഡ് വെറൈറ്റി ഓഫ് ഡിവൈസസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, വൈഡ് വെറൈറ്റി ഓഫ് സർവീസസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നത് നല്ലപോലെ അറിഞ്ഞു വെച്ചോളൂ. കാരണം ചില സ്ഥലത്ത് PCs വെറുതെ അസംബിൾ ചെയ്ത് കൊടുക്കും. സോ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് എക്സ്പോഷർ ലഭിക്കില്ല. സോ ഏത് സ്ഥലത്താണ് അവർ കോർപ്പറേറ്റ് ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നത് ആൻഡ് ഇൻഡസ്ട്രിയൽ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കി ജോയിൻ ചെയ്യണം. ഇതുപോലെ ഇൻഡസ്ട്രിയൽ ക്ലയൻസിനും കോർപ്പറേറ്റ് ക്ലയൻസിനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. കോർപ്പറേറ്റ് ക്ലയൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും PCs, ലാപ്ടോപ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നെറ്റ്വർക്കിംഗ് വർക്ക് നിങ്ങൾ ചെയ്യും. വേറെ ഇൻഡസ്ട്രിയൽ ക്ലയൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടഫ് ബുക്സ് എന്നുണ്ട്. അതായത് ലാപ്ടോപ്സിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടഫായിട്ടുള്ള ലാപ്ടോപ്സ് ഉണ്ട്, ടഫായിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. ഈ പ്രൊഡക്ട്സ് ഒന്നും തന്നെ മാർക്കറ്റിൽ റെഗുലറായി കാണാൻ സാധിക്കില്ല. ഇത് റെഗുലർ ആയിട്ടുള്ള ഐപാഡ്സോ ടാബ്ലറ്റ്സോ അല്ല. ഇത് പാനസോണിക് ടഫ് ബുക്സ്. ഇതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ് ടഫ് ബുക്ക് എന്ന് പറഞ്ഞൊരു ലൈനപ്പ് ഓഫ് പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ട്, ലാപ്ടോപ്പ് ആൻഡ് ടാബ്ലറ്റ്സ്. സോ ഈ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട്, അത് യൂസ് ചെയ്യാനായിട്ട്, അതിൽ നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ഇൻവാല്യുവബിൾ. സോ അതുകൊണ്ട് അതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ, കോർപ്പറേറ്റ്, ഇതുപോലെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനീസിൽ നിങ്ങൾ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. ആൻഡ് അതേപോലെ ഇതിൽ നിങ്ങളൊരു 360 ഡിഗ്രി അപ്രോച്ച് ചെയ്തോളൂ. കൂടുതലും ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സിന് ചില ഡ്രോബാക്സ് ഉണ്ടായിരിക്കും. അവർക്ക് ലാംഗ്വേജിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ള ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സിന് ലാംഗ്വേജ് പലപ്പോഴും ഒരു പ്രശ്നമായിരിക്കും. സോ അവർക്കൊരു ബോട്ടിൽനെക്ക് ആയിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ഹാർഡ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ ഇതിൽ ട്രാവലിംഗ് ഉണ്ടായിരിക്കും ഈ ജോബിൽ. ജനറലായി ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിൽ നിങ്ങൾ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ ഒരു സിറ്റിയിലായിരിക്കണം എന്നില്ല, വെവ്വേറെ സിറ്റികളിലായിരിക്കും. ഇല്ലെങ്കിൽ പല കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിറ്റീസിൽ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറിലി ഇംഗ്ലീഷ്. മറ്റു ലോക്കൽ ലാംഗ്വേജ് അറിയുമോ ഇല്ലയോ, അത് നിങ്ങൾക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് അത് പഠിച്ചോളൂ. സോ നെക്സ്റ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയണം. ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ക്ലയൻസിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ എഞ്ചിനീയറിംഗ് ക്ലയൻസ് നോക്കുകയാണെങ്കിൽ ബെൻലി പ്രൊഡക്ട്സ്, ഓട്ടോഡെസ്ക്, അതിനുശേഷം മൈക്രോ സ്റ്റേഷൻ, ഇതുപോലെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ ഒരു മീഡിയ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ 3DX Max, മായ, അതിനുശേഷം റൈനോ, സിനിമ 4D, ഇതുപോലെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. ഇത് തന്നെ നിങ്ങൾ ഗെയിമിംഗ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യൂണിറ്റി ഉണ്ടാവും, അൺറിയൽ എൻജിൻസ് ഇതുപോലെ ഉണ്ടാവും. ഇത് തന്നെ ഒരു ടിപ്പിക്കൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, വിഷ്വൽ സ്റ്റുഡിയോ, ഇതുപോലുള്ള പ്രൊഡക്ട്സ് ഓരോ സെഗ്മെൻറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സെറ്റ് ഓഫ് ടൂൾസ് ആൻഡ് പ്രോഡക്റ്റ് യൂട്ടിലിറ്റീസ് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അതിനെക്കുറിച്ചുള്ള ഐഡിയ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് മറ്റതിനെപ്പറ്റി അറിയുമോ ഇല്ലയോ, ടിപ്പിക്കലായിട്ട് അനിമേഷൻ ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗ്,
അതിനുശേഷം ഫാക്ടറീസ്, ഇതിലെല്ലാം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെ കുറിച്ച് അറിഞ്ഞു വെച്ചോളൂ. കാരണം അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ആൻഡ് അതിൻ്റെ കമ്മ്യൂണിറ്റിയും വളരെ ചെറുതായിരിക്കും. ആൻഡ് ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് വന്ന് അസംബിൾ ചെയ്യാണ്, അവർ AutoCAD ആണ് യൂസ് ചെയ്യുന്നത്, അടുത്തൊരാൾ 3DX Max ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് വന്ന് രണ്ടുപേർക്കും ഒരേ ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കില്ല. ഓരോന്നിനും വെവ്വേറെ ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, സപ്പോർട്ടഡ് ഗ്രാഫിക്സ് കാർഡ്. സോ അതിന് യോജിച്ച മദർ ബോർഡ്സ് ഉണ്ട്, അതിന് യോജിച്ച പ്രോസസ്സർ ഉണ്ട്, അതിന് യോജിച്ച റാം ഉണ്ട്. സോ ഇതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊന്നും നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലാവണം. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിന് ഇത് വേണം. നിങ്ങൾ യൂസറിൻ്റെ അടുത്ത് ചോദിക്കണം ഇതിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെന്ന്. ആദ്യം അതിൻ്റെ ലിസ്റ്റ് തരണം, ഏത് വെർഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതിനെ പറ്റി. അതിനുശേഷം ആ സ്പെസിഫിക് സോഫ്റ്റ്വെയർ വെൻഡറിന്റെ സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സിസ്റ്റം റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. അതിൽ സപ്പോർട്ടഡ് ഗ്രാഫിക്സ് കാർഡ്സ് എന്നുണ്ടാവും. മെയിൻലി ഗ്രാഫിക്സ് കാർഡ്സ് ആയിരിക്കും പ്രധാന പ്രശ്നം. അതിൽ നിങ്ങൾ ആദ്യമേ ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഗ്രാഫിക് കാർഡ് അതിലുണ്ടോ എന്ന് നോക്കണം. സപ്പോർട്ടഡ് ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉള്ളപ്പോൾ അതിനെല്ലാറ്റിനും പാരലലായി സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക് കാർഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക് കാർഡ് ഇടും, ഏറ്റവും എക്സ്പെൻസീവ് ആയതായിരിക്കും. അത് ഇട്ടതിന് ശേഷം അത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് ഏകദേശം യൂസ്ലെസ് ആണ്. ആ സോഫ്റ്റ്വെയർ ഒന്ന് ബഗ്ഗി ആയിരിക്കും, വർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് അതൊന്നും നോക്കിക്കോളൂ. സോ നെക്സ്റ്റ് വന്ന് ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ പാക്കേജിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ്വെയർ സൈഡ് വന്നിട്ടൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. സോ ജനറലി ഹാർഡ്വെയർ ഇൻഡസ്ട്രീസിൽ ഹാർഡ്വെയർ എഞ്ചിനീയർ വന്ന് സോഫ്റ്റ്വെയർ പാക്കേജിംഗ് വർക്ക് അവർ ചെയ്യില്ല. അവർ വന്ന് ഹാർഡ്വെയർ അസംബിൾ ചെയ്തോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ചെയ്ത് കൊടുത്തോ അങ്ങനെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് വർക്കൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യാതെ സോഫ്റ്റ്വെയർ പാക്കേജിങ്ങിനെ പറ്റി പഠിച്ചോളൂ. ഇതുപോലെ എക്കണോമിക്കലി കുറച്ച് ടഫായിട്ടുള്ള സമയങ്ങളിൽ വന്നിട്ട് ഒരുപാട് പേർക്ക് കമ്പനിക്ക് ജോലി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആർക്കാണോ കൂടുതൽ സ്കിൽസ് ഉള്ളത് അവരെയായിരിക്കും വയ്ക്കുന്നത്. ഏറ്റവും കുറവ് സ്കിൽ സെറ്റ് ഉള്ള ആളെ പറഞ്ഞു വിടും. സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ജോലി പ്രധാനമാണെങ്കിൽ, ജോലിയിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം സോഫ്റ്റ്വെയർ പാക്കേജിംഗ് സൈഡ് പഠിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടിപ്പിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യും, വിച്ച് എല്ലാ ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സിനും അതറിയാം, വിച്ച് ഇസ് ഫൈൻ. ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, മാക്കൻടോഷ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല, അത് ഹാർഡ്വെയറിൽ പ്രീ ബിൽഡ് ആയിട്ട് തന്നെ വരും. ഇതല്ലാതെ നിങ്ങൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പ്, റെവിറ്റ്, AutoCAD, മായ, 3DX Max, ഇതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ്. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഓരോന്നിനും ഓരോ ടെക്നിക് ഉണ്ട്, ഓരോന്നിൻ്റെയും ആക്ടിവേഷൻ ഒരു പ്രോസസ്സ് ഉണ്ട്. സോ ഇതെല്ലാം തന്നെ ഒരു നോളജ് ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് കമ്പനീസ് വന്ന് CAD മാനേജർ, IT മാനേജർ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരിക്കും. അവരുടെ വർക്ക് തന്നെ ഇതായിരിക്കും. സോ ഈ വർക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതുപോലുള്ള കമ്പനീസിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഈ ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവരൊരാൾക്ക് ജോലി കൊടുത്ത് ഇത് ചെയ്യാൻ പറയുന്നത്. സോ അവരെ കൊണ്ട് ഹാർഡ്വെയർ വർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് പഠിക്കുന്നത് വളരെ എളുപ്പമാണ്. സോ ദാറ്റ്സ് ദ തിങ്. ആൻഡ് ഇതിന് ശേഷം വന്ന് നിങ്ങൾ ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നു. ഇതിൽ തന്നെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൊണ്ട് വെറും ഡെസ്ക്ടോപ്പ് മാത്രമായിട്ട് നിങ്ങൾ വെക്കരുത്. ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്സ്, അതേപോലെ ടഫ് ബുക്സ്, ഇങ്ങനെയുള്ള ഓരോ സെഗ്മെന്റിലും നിങ്ങളുടെ നോളജ് നിങ്ങൾ വളർത്തിയിട്ട് ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ സൈഡ് കുറച്ച് നോക്കിക്കോളൂ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ് വന്ന് സ്ക്രിപ്റ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് സൈഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ PowerShell സ്ക്രിപ്റ്റ്സ് ഉണ്ട്. സോ അത് നിങ്ങൾ നന്നായി നോക്കിക്കോളൂ. ലിനക്സ് ആണെങ്കിൽ ബാഷ് അല്ലെങ്കിൽ യൂണിക്സ്, ആ സൈഡ് നോക്കിക്കോളൂ. സ്ക്രിപ്റ്റിംഗ് ഇല്ലാതെ നിങ്ങൾ വന്ന് സർവൈവ് ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. സോ സ്ക്രിപ്റ്റിംഗ് ബേസിക്കായിട്ട് അറിയണം. ജാവ സ്ക്രിപ്റ്റ് കുറച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വർക്ക്സ് ഒരുപാട് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് സ്ക്രിപ്റ്റിംഗ് നോളജൊക്കെ കുറച്ച് പഠിച്ചു വെച്ചോളൂ. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയി നോക്കാം. ഹാർഡ്വെയർ എഞ്ചിനീയറായിട്ട് സർട്ടിഫിക്കറ്റ്, ഇൻറ്റേൺഷിപ്പ്, അതിനുശേഷം ഈ നോളജ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസൻ്റായി തന്നെ ഏൺ ചെയ്യാം. ഇത് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് പ്രൈവറ്റ് ആയിട്ട് ഒരു ചെറിയ കമ്പനി വെച്ച് നിങ്ങൾക്ക് വന്ന് ക്ലയൻസിനെ വെച്ച് ചെറിയ വർക്ക് എടുത്ത് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കൂടെ ജോലി ചെയ്ത് സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യാം. ടിപ്പിക്കലി ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സിന് സാലറി വന്ന് അറൌണ്ട് 20,000 to 30,000 ആയിരിക്കും. നിങ്ങൾ വളരും തോറും സാലറി കൂടുതലാവും, പക്ഷെ സോഫ്റ്റ്വെയർ പോലെ ഒരുപാട് ഇൻക്രീസ് ആവില്ല. കാരണം നിങ്ങളുടെ വർക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കോംപ്ലക്സ് ആവില്ല. കൂടുതലും ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഡാറ്റാ സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്, നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത്. സോ അതുപോലുള്ള കാര്യങ്ങൾ കോംപ്ലക്സ് ആയിരിക്കും എന്നതൊഴിച്ച് ജനറൽ ഹാർഡ്വെയർ പാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്ര അധികം കോംപ്ലിക്കേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ ആ ഫീൽഡിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം വ്യക്തമാക്കി വെച്ചോളൂ. ഇതിൽ നിങ്ങൾ ആരുടെയെങ്കിലും താഴെ വർക്ക് ചെയ്യുകയാണെങ്കിൽ സാലറി ഒന്ന് ഒരുപാട് കൂടുതലായിരിക്കില്ല. അതേപോലെ ഓൺഷോർ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെവൽ വരെ കുറവായിരിക്കും. ആൻഡ് അതും ശ്രദ്ധിച്ചോളൂ. ജനറലി ഹാർഡ്വെയർ സൈഡിൽ ഇരിക്കുന്നവർക്ക് അവരുടെ വോയിസ് നല്ലതാണെങ്കിൽ, നന്നായി ലാംഗ്വേജ് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ, ഇംഗ്ലീഷ് നന്നായി അറിയാമെങ്കിൽ, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നന്നായി അറിയാമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ BPO സെഗ്മെൻറ്റ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. HP, ഡെൽ, മൈക്രോസോഫ്റ്റ്, ഇതേപോലെ ഏത് വെൻഡേഴ്സ് നിങ്ങൾ എടുത്താലും ശരി അവർക്കൊരു ഹാർഡ്വെയർ ഡിവിഷൻ ഉണ്ടായിരിക്കും. ഈവൻ ഗൂഗിളിനടക്കം എല്ലാറ്റിനും ഹാർഡ്വെയർ ഡിവിഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ആ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്ന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു 5 years എങ്കിലും സാലറി നോക്കാതെ
എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ IT BPO സൈഡ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് നന്നായി അറിയണം, ഫോണിൽ സംസാരിക്കാൻ അറിയണം. അതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൂടുതലും ഒരു നല്ല ഹാർഡ്വെയർ എഞ്ചിനീയർക്ക് നല്ല ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ സപ്പോർട്ട് ഇഷ്യൂസ് എല്ലാം നന്നായി ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ HP, ഗൂഗിൾ, കാരണം ഗൂഗിളിലും പ്രൊഡക്ട്സ് ഉണ്ട്. ഗൂഗിൾ പിക്സൽ ഫോൺസ് ഉണ്ട്. അതേപോലെ മൈക്രോസോഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെർവർ പ്രൊഡക്ട്സ് ഉണ്ട് ആൻഡ് സർഫേസ് പ്രൊഡക്ട്സ് ഉണ്ട്. ഇതേപോലെ ഡെല്ല്, ലിനോവ, ലോകം മുഴുവൻ നിങ്ങൾ കാണുന്ന എല്ലാ മാനുഫാക്ചറുടെയും അടുത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇതുപോലുള്ള സപ്പോർട്ട്സ് ഉണ്ട്. സോ അവർക്ക് BPO എന്ന് പറയുന്നത് ഒരു വലിയ നെറ്റ്വർക്കാണ്. സോ അത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വിഷയം നന്നായി അറിയാം, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ആവറേജ് ഒരു BPO ക്ലയൻറ്റ് വന്ന് ഒരു Tier 1 ക്ലയൻറ്റിൻ്റെ അടുത്ത്, ലെറ്റ്സ് സേ മൈക്രോസോഫ്റ്റോ അതുപോലുള്ള ക്ലയൻസിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാലറീസ് എന്ന് പറയുന്നത് 50,000 to 60,000 അടുത്തായിരിക്കും. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകും തോറും ഇറ്റ് മേ ഓൾസോ ഗോസ് വെൽ. ആൻഡ് സോ ഇതല്ലാതെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെറിയൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് നിങ്ങൾക്കൊരു 1 lakh to 2 lakhs ഒരു മാസം സമ്പാദിക്കാം. സോ ആ റേഞ്ച് വരെ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ഇതൊന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന് ദർ വിൽ ബി ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കിത് കോൺക്യൂർ ചെയ്യാനായിട്ട്. ഇതിലൊന്ന് ഒരുപാട് ചെറിയ ബിസിനസ് പ്ലാൻസ് വന്ന് നിങ്ങൾക്ക് മെഷീൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. നിങ്ങളൊരു മെഷീൻ വിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു 5,000 മേടിച്ചിട്ട് മന്ത്ലി വന്നിട്ട് അല്ലെങ്കിൽ ഇയർലി വന്നിട്ട് ഒരു 3 visits ഞങ്ങളുടെ വക ഫ്രീ. അങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ ഞങ്ങൾ ഒന്ന് നോക്കാം, റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. സോ അതുപോലെ വന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ലെറ്റ്സ് നിങ്ങൾ വന്നൊരു 100 ക്ലയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് 5,000 ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മൾട്ടിപ്ലൈസ്. നിങ്ങൾക്ക് വന്നത് ഒരു മന്ത്ലി ഇൻകം, ഇയർലി ഇൻകം പോലെയോ. ആൻഡ് അതേപോലെ നിങ്ങൾക്കും വന്ന് റൊട്ടേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഓരോ സമയവും ക്ലയൻറ്റ് സൈഡ് പോകുമ്പോഴാണ് അവർ അഡീഷണൽ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പറയുന്നത്. അപ്പോൾ ചെറിയ പർച്ചേസസ് കിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം പുതിയ കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, സോ ദിസ് ഈസ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. പീസ് ഐ.